നമ്മളിന്ന് മസാല ചായയാണ് ട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പെരുംജീരകം, ഗ്രാമ്പൂ, ഇഞ്ചി, കറുവപ്പട്ട, ഏലക്ക. ഇത്ര ഐറ്റംസാണ് കേട്ടോ വേണ്ടത്. അപ്പം ആദ്യമായിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. അപ്പം ഞാൻ എല്ലാം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. നമുക്ക് ഈ ചതച്ച് വെച്ചേക്കണത് മസാലക്കൂട്ടുകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളക്കട്ടെ. നമുക്ക് ആവശ്യത്തിനുള്ള ചായയുടെ കടുപ്പത്തിന് ആവശ്യത്തിനുള്ള 2 ടീസ്പൂൺ ചായപ്പൊടിയും കൂടി തേയിലപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാലക്കൂട്ടുകളും തേയിലപ്പൊടിയും കൂടി ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെട്ടി തിളച്ച് അതൊന്ന് പതുക്കെ ഒന്ന് വെള്ളം പറ്റി വരണം. നമ്മൾ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അളവിലാണ് കേട്ടോ എടുത്തേക്കണത് വെള്ളമൊക്കെ. അപ്പം നന്നായിട്ട് കുറച്ചൊന്നും വറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഗ്ലാസ് പാല് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ പാലും വെള്ളവും കൂടി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് മസാലക്കൂട്ടൊക്കെ ഈ പാലിലും വെള്ളത്തിലും കിടന്ന് നന്നായിട്ട് വെന്ത് അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങി നല്ല ടേസ്റ്റിന് ഇപ്പം ആയിട്ടുണ്ടാവും. ആ ഒരു പരുവാകുമ്പോൾ നമുക്കത് ഊറ്റി എടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് ഇളക്കി നമുക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ നല്ല സൂപ്പർ മസാല ചായ, നല്ല പതച്ച ചായ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.